പഴയ മൂവികൾ പഴയ സിനിമകൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് 4K റിലീസ് ചെയ്യണ പരിപാടി. അതിന്റെ ആവശ്യകത എന്താണ്? അല്ല, ഞാൻ ആലോചിക്കണതല്ല, അതായത് ഇപ്പോഴത്തെ സിനിമകൾ പോരെ, അതായത് ഇപ്പോഴത്തെ സിനിമകൾ നല്ലതല്ലാത്തതുകൊണ്ടാണ് ഇവർ പഴയ മൂവീസ് എടുത്ത് 4K റിലീസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സൈഡ് ഞാൻ പറയും. അതിനാന്ന് വെച്ചാൽ ഇപ്പൊ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമ നല്ലതൊന്നുമല്ല. ഞാൻ മെൻഷൻ അടിക്കുന്നില്ല. ഓ, എന്തിനാ അത്രയും ടൈം എടുത്ത്? മറ്റേ കങ്കൂടെ കാര്യം ഇപ്പൊ പറയാലോ, അത്രയും ടൈം എടുത്ത് അക്ഷരപ്പെട്ട് ഉണ്ടാക്കി ഒരു മാതിരി ആക്കി വിട്ടു. എടാ, നമുക്ക് അതിൽ ഓരോരുത്തരുടെ റിവ്യൂ കാര്യം കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം, അത് കാണാൻ തോന്നുന്നില്ല. അതേപോലെയാണ് അവര് അതിൽ കാട്ടി വെച്ചിരിക്കുന്നതെന്നാ പറയുന്നത്. അവർക്ക് അത്രയും ബഡ്ജറ്റും കാര്യങ്ങളും ഉണ്ട്. അല്ല, ഇവരെന്നിട്ട് ഇത് ഇറക്കിയിട്ട് ചില ആൾക്കാർ കിടന്ന് മോങ്ങുന്നുണ്ട്. അതായത് ആരാന്ന് എടുത്ത് പറയാം, ചില ആൾക്കാർ കിടന്ന് മോങ്ങും, അത് നിങ്ങൾ നല്ലപോലെ പടം കാണാനായിട്ടാണ്, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഞാൻ സമ്മതിക്കുന്നു, അവർ പറയാം ഞാൻ സമ്മതിക്കുന്നു, ഫസ്റ്റ് ഹാഫ് നന്നായിട്ടില്ല, പക്ഷേ സെക്കൻഡ് ഹാഫിൽ ചില സീൻസൊക്കെ അടിപൊളിയായിരുന്നു. അയച്ചിട്ട് നമുക്കൊരു പടം എന്ന് പറഞ്ഞാൽ ഫുള്ള് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമ്മളത് അടിപൊളി എന്ന് പറയുമല്ലോ. ഫസ്റ്റ് കുറച്ച് കുഴപ്പമില്ല, കുറത്ര പൈസ മുടക്കിയിട്ട് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ അത് ഇതാക്കൂല, ഒഴിവാക്കൂല. നമ്മളത് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ കാണുള്ളൂ. പിന്നെ ഇപ്പൊ ഇറക്കാൻ പോകുന്ന മറ്റേ വല്യേട്ടന്റെ 4K ഇറക്കാൻ പോകുന്നില്ലേ? സംഭവം നമുക്ക് വേണേ ജസ്റ്റ് ഒന്ന് കാണാനൊരു ഇതാണ്. കാരണം എന്താന്ന് വെച്ചാൽ പണ്ട് കണ്ട സിനിമയാണ്. 4K അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇതിന് കുറച്ച് കമന്റ്സ് വരും, വേണേ പോയി കണ്ടാൽ മതി. മറ്റേ 4K അതേപോലെ തന്നെ പണ്ടത്തെ ആ ഒരു ക്വാളിറ്റിയിലും ഇങ്ങനെ ഇങ്ങനെ രണ്ടും ക്രോസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഡിഫറൻസ് ഒന്നും അപ്പം നല്ല വലിയ ഡിഫറൻസ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് അവരത് റീഫർബിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തേലും പറയാ, നല്ല ഇതിലായിട്ട് അത് ക്ലാരിറ്റിയിലുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടറാണ് അതില്, വല്യേട്ടൻ എന്ന് പറയുന്ന രീതിയിൽ. അതൊരു മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇറങ്ങുമല്ലോ, AI വെച്ചിട്ട് മൊത്തം ഒന്നും കൂടെ ക്വാളിറ്റി കൂട്ടണം, അപ്സ്കെയിൽ ചെയ്യണം. അതേപോലെ ഒരു ഫീലായി തരുന്നത്. പക്ഷെ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. എന്നാന്ന് വെച്ചാൽ നമുക്ക് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമ്മൾ അങ്ങനത്തെ സിനിമ. പക്ഷെ അതിന് അത്രയും റിസപ്ഷൻ കിട്ടണില്ല, ഓഡിയൻസിൻ്റെ അടുത്ത് അത്ര ഇതും കിട്ടണില്ല. അപ്പൊ ഹൗസ്ഫുൾ ആണെങ്കിൽ ഓക്കെ, അങ്ങനെ കിട്ടാൻ വഴിയില്ലല്ലോ. എല്ലാരും ഈ ഒരു രീതിക്കായിരിക്കുമല്ലോ ചിന്തിക്കുന്നത്.